ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദനും സന്ധ്യയും സംസാരിച്ച് നിൽക്കുകയാണ്. നന്ദൻ സന്ധ്യയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് പറയുമ്പോൾ സന്ധ്യ അത് വേണ്ട എന്നാണ് പറയുന്നത്. അച്ഛനെ ഓർത്തിട്ട് മാത്രമാണ്, അവന്തികയെ ഓർത്തിട്ടല്ല എന്നും സന്ധ്യ വ്യക്തമായി പറയുന്നു. നിയമപരമായി എല്ലാ ബാധ്യതകളും തീർത്തിട്ട് മതി നമ്മുടെ വിവാഹം എന്നും സന്ധ്യ പറയുന്നു. ഇനി എനിക്ക് ഇതിനൊരു തിരിച്ചുപോക്കില്ല, എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നും നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു, ഇതാണ് തീരുമാനമെങ്കിൽ ഞാൻ ഒരിക്കലും നന്ദന്റെ ഒപ്പം വരില്ലായിരുന്നു. ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി തൊഴാൻ എന്നല്ലേ നന്ദൻ എന്നോട് പറഞ്ഞത്? താലി കെട്ടാനാണെന്ന് നന്ദൻ എന്നോട് പറഞ്ഞോ? ആദ്യമേ അത് പറഞ്ഞെങ്കിൽ സന്ധ്യ എന്നോടൊപ്പം വരില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് നന്ദൻ പറയുന്നുണ്ട്. ഇത് ഞാൻ സമ്മതിക്കില്ല. നന്ദനുള്ള വിഷമം എനിക്കറിയാം. പക്ഷെ അച്ഛൻ്റെ മുന്നിൽ എനിക്കൊരു തെറ്റുകാട്ടിയായിട്ട് ചെന്ന് നിൽക്കാൻ സാധിക്കില്ല. എന്നെ ഇന്നത്തെ ഡോക്ടർ സന്ധ്യയാക്കി മാറ്റിയത് അച്ഛനാണ്. നിങ്ങളുടെ വിവാഹമോചനം കഴിഞ്ഞിട്ടാണെങ്കിൽ നന്ദന്റെ താലിയും കഴുത്തിലിട്ട് എനിക്ക് അച്ഛൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാം. പക്ഷേ ഇപ്പോൾ ഇതെങ്ങനെ പറ്റും? നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കാമെന്ന് സന്ധ്യ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ക്ഷമയുടെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. ഇനിയും പിന്നിലേക്ക് നീങ്ങാൻ എനിക്കൊരു ഇടമില്ല. ഈ ഒരു അവസ്ഥയിൽ സന്ധ്യ കൂടി എന്നെ കൈവിട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ലെന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. നന്ദൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോളൂ. ഡിവോഴ്സ് വരെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് സന്ധ്യ പോകാൻ തുടങ്ങുമ്പോൾ നന്ദൻ സന്ധ്യയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. സന്ധ്യ ഇപ്പോൾ പോകരുതെന്ന് പറയുന്നു. വിട്, ഞാൻ പറയുന്നത് കേൾക്ക്. നന്ദൻ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഞാൻ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം. വിട് നന്ദ എന്ന് പറഞ്ഞ് മുന്നേ നടക്കുകയാണ് സന്ധ്യ. വിട്, നിൽക്കേ, ഞാൻ പറയുന്നത് കേൾക്ക് എന്നൊക്കെ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സന്ധ്യ അത് കേൾക്കുന്നില്ല. ഈ സമയത്താണ് അവിടേക്കൊരു കാർ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് മൂർത്തിയും ടീമും ഇറങ്ങുന്നു. മൂർത്തിയും ടീമും ഒരു മാസ്ക് വയ്ക്കുന്നുണ്ട്. മൂർത്തി ഒരു കത്തി എടുക്കുന്നുണ്ട്. കത്തിയെടുത്ത് നന്ദന്റെ അരികിലേക്ക് വന്ന് പിന്നിൽ നിന്ന് നന്ദനെ ഒരൊറ്റ ചവിട്ടിന് തള്ളിയിട്ടോ. എന്നിട്ട് ആ കത്തി എടുക്കുന്നു. തിരിഞ്ഞു നോക്കിയ സന്ധ്യ ഈ കാഴ്ച കാണുന്നു. നന്ദ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് തിരിച്ച് ഓടി വരികയാണ് സന്ധ്യ. ഈ സമയം കൊണ്ട് നന്ദന്റെ വയറ്റിൽ കത്തി കുത്തി ഇറക്കുകയാണ് മൂർത്തി. ബാക്കിയുള്ള രണ്ടുപേരും നന്ദനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. കമ്പി വടികൾ കൊണ്ടാണ് ഉപദ്രവിക്കുന്നത്. എന്നിട്ട് അവർ കാറിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. സന്ധ്യ ഓടി നന്ദന്റെ അരികിലേക്ക് വരുന്നു. നന്ദ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സന്ധ്യ. നന്ദന്റെ ബോധം പോയിരിക്കുന്നു. ശേഷം അർച്ചനയെ കാണിക്കുന്നുണ്ട്. അർച്ചനയുടെ അരികിലേക്ക് സച്ചി വരുന്നു. അവന്തിക തന്റെ കുഞ്ഞിനെ പറ്റി പറയുന്നതാണ് ഇപ്പോൾ അർച്ചനയുടെ വിഷമം. താനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, അവന്തികയെടുത്ത് ഇങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു സത്യം തോന്നില്ലേ എന്ന് പറയുന്നു. എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാ കുറ്റവും എൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് അർച്ചന. അവന്തികയുടെ സ്വഭാവം തനിക്ക് അറിയില്ലേ? ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് അവര്. എല്ലാ കാര്യത്തിലും തനിക്ക് വീട്ടിൽ കിട്ടുന്ന സ്ഥാനം, അച്ഛൻ തനിക്ക് തരുന്ന പ്രത്യേക സ്നേഹം, എല്ലാ കാര്യത്തിലും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവന്തികയെടുത്തെയാണ് തൻ്റെ മുന്നിൽ തോൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പകയും വിദ്വേഷവും കൂടുന്നത്. കിട്ടിയ അവസരത്തിൽ അത് അവർ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ എന്ന് കരുതി നമ്മുടെ കുഞ്ഞിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പവും വരില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ ജാതകദോഷം കൊണ്ടാണ് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് സച്ചി. എന്നാലും എല്ലാവരുടെയും ഉള്ളിൽ സംശയത്തിൻ്റെ ഒരു തീപ്പൊരി വീഴ്ത്താൻ അത് പോരെ സച്ചിയേട്ടാ? സാധാരണ മനുഷ്യരുടെ എല്ലാം ജീവിതം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ജാതകദോഷം എന്ന് പറയുന്നത് അത്തരം ഒന്നാണ്. അതൊരു മാരകമായ വിഷം പോലെയാണ്. താൻ അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടേക്ക്. എന്നിട്ട് വരാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിക്കും. അല്ലാതെ അവന്തികയെടുത്തിയോട് വെറുതെ വഴക്കിന് പോയിട്ടൊന്നും ഒരു ഗുണവുമില്ലെന്നും സച്ചി അർച്ചനയോട് പറയുന്നുണ്ട്. എന്നാൽ അർച്ചനയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് തൻ്റെ മനസ്സിലുള്ള ആ വിഷമം അങ്ങോട്ട് മാറുന്നില്ല. നമ്മൾ കരുതുന്നത് പോലെ അല്ല അവരെന്ന് നമുക്കറിയില്ലേ. നെഗറ്റീവ് എനർജിയുടെ കൂടാരമാണ് ആ സ്ത്രീ. അവരോട് സംസാരിച്ചാൽ പോലും നമ്മൾ നെഗറ്റീവാവും. താൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നും സച്ചി പറയുന്നുണ്ട്. എത്ര പറഞ്ഞിട്ടും അർച്ചനയുടെ മുഖം അങ്ങോട്ട് തെളിയുന്നില്ല. ഈ സമയത്താണ് സച്ചിക്ക് ഒരു കോള് വരുന്നത്. എന്നാൽ ആ കോള് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചി. എന്താ സച്ചിയേട്ടാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നന്ദേട്ടനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. വെട്ടും കുത്തുയേറ്റ് വഴിയിൽ കിടന്ന നന്ദേട്ടനെ ആരോ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന്. താൻ വേഗം വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഈശ്വര, എൻ്റെ നന്ദേട്ടൻ എന്നൊക്കെ സച്ചി പറയുന്നു. എന്തായാലും നമുക്ക് ഈ കാര്യം അച്ഛനോട് പറയണ്ട. കേട്ടാൽ അച്ഛൻ അപ്പോൾ തന്നെ തളർന്നു പോകും. ഒരു ദുരന്തം കഴിഞ്ഞു വന്ന ആളാണ് സ്നേഹ. അവരോടെല്ലാം നമ്മൾ ഇതെങ്ങനെയാണ് പറയുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ പിന്നെ പറയാതെ എങ്ങനെയാണെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. പറയാം, സച്ചിയേട്ടൻ ആദ്യം ഒന്ന് സമാധാനപ്പെടും. സച്ചിയേട്ടൻ്റെ നിയന്ത്രണം കൈവിട്ടു പോകരുത് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. തൽക്കാലം ആരെയും അറിയിക്കാതെ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, വേണ്ട, പിന്നീട് എല്ലാവരും കൂടി നമ്മളെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരെയും അറിയിക്കാം. പക്ഷെ അത് സമാധാനമായിട്ട് വേണം. അങ്ങനെ രണ്ടുപേരും താഴേക്ക് പോകുന്നുണ്ട്.
ഈ സമയം അവന്തിക ഒരുങ്ങുകയാണ്. ഈ വാർത്ത എന്തായാലും അവന്തിക മുന്നേ അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സിന്ദൂരം എന്തിനാ, ആദ്യം അയാൾ ജീവിക്കോ മരിക്കോ എന്ന് അറിയട്ടെ. അപ്പോൾ സിന്ദൂരം തൊടനോ വെള്ളസാരി ഉടുക്കണോ എന്ന് തീരുമാനിക്കാം. അവന്തികയുടെ നിഴൽ അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, ഇത്രയ്ക്ക് വേണമായിരുന്നോ എന്ന്. ഇത് കേട്ട് അവന്തിക പറയുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? താലികെട്ടിയ ഭർത്താവിനെ അവൾക്ക് വിട്ടുകൊടുക്കണമോ? താലികെട്ടിയ ഭർത്താവിനെയാണ് നീ ഇല്ലാതാക്കാൻ ഉത്തരവിട്ടത് എന്ന് നിഴൽ പറയുന്നുണ്ട്. മൂർത്തിയും കൂട്ടരും ഇത് നല്ല ഭംഗിയായി ചെയ്ത് കാണും. അയാൾ മരിച്ചാൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും അവസാനമായിരിക്കും. അതല്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇത് പുതിയ പലതിൻ്റെയും തുടക്കമായിരിക്കുമെന്നും അവന്തിക പറയുന്നു. ഈ സമയത്ത് തന്നെ അവന്തികയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഇത് മൂർത്തിയുടെ കോളായിരിക്കും. കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു വാർത്ത അവന് പറയാനുണ്ടാകുമെന്നും അവന്തിക ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവന്തിക കോൾ എടുത്തു. മൂർത്തി, നിനക്ക് പറയാനുള്ളത് ശുഭവാർത്ത തന്നെയല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ മൂർത്തി പറയുന്നു, അവന്തിക ആഗ്രഹിച്ച വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം വ്യക്തമായി മൂർത്തി അവന്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവന്തികയ്ക്ക് സന്തോഷമാകുന്നു. നമ്മൾ ഏർപ്പാടാക്കിയ ആൾ തന്നെയാണ് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതെന്നും പറയുന്നു. ജീവനുണ്ടോ അതോ മരിച്ചോ എന്ന് അവന്തിക ചോദിക്കുന്നു. കൊണ്ടുപോകുമ്പോൾ ചെറിയ ജീവൻ ഉണ്ടായിരുന്നു. അവളോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു, ആ നിലവിളിയൊന്ന് കേൾക്കേണ്ടതായിരുന്നു. ഇവിടെ ഇതുവരെ വിവരം എത്തിയിട്ടില്ലെന്ന് അവന്തിക. ഉടനെ അവിടെയും വിവരം എത്തുമെന്ന് മൂർത്തി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാകുമെന്നും മൂർത്തി പറയുന്നു. ശേഷം കാണിക്കുന്നത് നന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സന്ധ്യയും മറ്റു ചിലരും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ്. പുറത്തുനിന്ന് പൊട്ടിക്കരയുകയാണ് സന്ധ്യ. അവന്തിക മൂർത്തിയോട് പറയുന്നുണ്ട് താൻ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന്. അത് വേണോ, ആർക്കെങ്കിലും സംശയം തോന്നിയാൽ എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കാര്യം ചെയ്യുന്ന ആളല്ലേ മൂർത്തി. ആരുടെയും കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും മാറി നിന്നാൽ മതി. അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ച് അപ്പോൾ എന്നെ വിവരം അറിയിക്കണം. ചിലപ്പോൾ പോലീസ് അവിടെ ഉണ്ടാകും. അവരുടെ വലയിൽ ചെന്ന് ഞാൻ ചാടിക്കൊടുക്കണോ എന്ന് മൂർത്തി ചോദിക്കുന്നു. പോലീസ് നമ്മുടെ ഭാഗത്തായിരിക്കും. ACP സഹീറയോട് ഞാൻ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞോളാം. വേറെ ഏതെങ്കിലും ഓഫീസർ കേസ് അന്വേഷിക്കാൻ വന്നാൽ ചിലപ്പോൾ കളികൾ മാറിയെന്ന് വരാം. സഹീറയാകുമ്പോൾ അവർ വേണ്ടതുപോലെ ചെയ്തോളുമെന്നും അവന്തിക. എങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് മൂർത്തി. അവന്തിക താലി എടുത്തിങ്ങനെ നോക്കുന്നു. കഷ്ടം, ഇനി എത്ര നാള് നിനക്ക് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയില്ല. ചിലപ്പോൾ ഇന്നുകൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളും കൂടി. രണ്ടായാലും എൻ്റെ കഴുത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകാനുള്ള സമയമായി. ഇനിയാണ് അവന്തികയുടെ പെർഫോമൻസ്. ഇപ്പൊ തന്നെ ഇവിടെ വിവരം അറിയിക്കണം. മോൻ തട്ടിപ്പോയി എന്നറിഞ്ഞാൽ കിളവന് ചിലപ്പോൾ അറ്റാക്ക് വരും. അയാൾ തട്ടിപ്പോയാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ പെർഫോമൻസ് മോശമാക്കാൻ കഴിയില്ലല്ലോ. ഈ സമയം ആതിര സേതുവിനെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു. അപ്പോഴാണ് അർച്ചനയും സച്ചിയും വളരെ ധൃതിയോടെ അവിടേക്ക് വരുന്നത്. നിങ്ങളങ്ങോട്ടാ പോകുന്നത് എന്ന് സേതു ചോദിക്കുന്നു. ഞങ്ങൾ അത്യാവശ്യമായി പുറത്തേക്ക് പോവുകയാണ്. അച്ഛനൊന്ന് റെഡിയാവുന്ന സച്ചി. ഇതാ ഇപ്പോൾ നന്നായത്. നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് ഞാൻ റെഡിയാവുന്നത് എന്തിനാണെന്ന് സേതു ചോദിക്കുന്നു. അതല്ല അച്ഛാ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം എന്ന് സച്ചി പറയുമ്പോൾ ആതിര ചോദിക്കുന്നു, സാധാരണ ഡോക്ടറെ കാണാൻ നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പോകാറ്? ഇന്നെന്താ ഒരു പ്രത്യേകത? അച്ഛാ, അത് ആ ഡോക്ടറെ കാണാനല്ല നമ്മൾ പോകുന്നത് എന്ന് സച്ചി പറയുമ്പോൾ സേതു ചോദിക്കുന്നു, എന്താടാ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ. നമുക്ക് പോകേണ്ടത് സിറ്റി ഹോസ്പിറ്റലിലേക്കാണെന്ന് അർച്ചന പറഞ്ഞു. നന്ദേട്ടൻ അവിടെയുണ്ട്. ഇത് അവന്തിക കേൾക്കുന്നുണ്ട്. അപ്പോൾ വാർത്ത ഇവിടെ എത്തി. ഇനിയാണ് എൻ്റെ പെർഫോമൻസ്. എന്തായാലും അവർ കാര്യങ്ങൾ പറഞ്ഞു കഴിയട്ടെ എന്നൊക്കെ അവന്തിക വിചാരിക്കുന്നു. എന്താടാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ, അവരെന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെ സേതു ചോദിക്കുന്നു. അച്ഛാ, നന്ദേട്ടന് ചെറിയൊരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അർച്ചന പറയുമ്പോൾ തന്നെ സേതു ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. ആതിരയും, സത്യം പറയടാ, എൻ്റെ മോൻ എന്താ പറ്റിയതെന്ന് സേതു ചോദിക്കുന്നു. സച്ചി, എൻ്റെ നന്ദേട്ടൻ എന്താ പറ്റിയത്? പറ സച്ചി, എൻ്റെ നന്ദേട്ടൻ എന്താ പറ്റിയത്? പറയേ എന്ന് ചോദിച്ച് അവന്തിക അവിടേക്ക് വന്നു. ആരൊക്കെയോ ചേർന്ന് നന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് സച്ചി. കൊല്ലാനോ? നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സേതു അങ്ങ് തളർന്നു പോവുകയാണ്. ആരാ എൻ്റെ നന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത്? എൻ്റെ ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? സത്യം പറ, എൻ്റെ നന്ദേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ. നിങ്ങളൊക്കെ എന്തോ മറച്ചു വെക്കുന്നുണ്ട്, പറയേ സച്ചി. അർച്ചനെ, നിങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നത്? ഒരു കൂട്ടം ആൾക്കാർ പെട്ടെന്ന് നന്ദേട്ടനെ ആക്രമിക്കുകയായിരുന്നു എന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു, ഇതിനെല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണ്. ഞാനും നന്ദേട്ടനും ആദ്യം വഴക്കിട്ടു, പിന്നെ സ്നേഹിക്ക് അബോഷനായി. എൻ്റെ നന്ദേട്ടനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. ഇവൾ എന്ന് ഗർഭിണിയായോ അന്ന് തുടങ്ങിയതാണ് ഈ വീടിൻ്റെ സർവനാശം എന്ന് പറഞ്ഞ അവന്തിക അവിടെ ഇരുന്ന് കരയുകയാണ്. ഇപ്പോൾ കറക്റ്റായി സംഗതി ഏറ്റിട്ടുണ്ട്. ഇനി കരച്ചിൽ വീണ്ടും തുടങ്ങാമെന്നൊക്കെ അവന്തിക വിചാരിക്കുന്നുണ്ട്. സേതുവും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സച്ചി, എനിക്കെൻ്റെ നന്ദേട്ടനെ കാണാം, നിങ്ങൾ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു, സച്ചി നീ എൻ്റെ കയ്യിലൊന്ന് പിടിക്കുക, എൻ്റെ ശരീരം തളരുന്നത് പോലെ. അർച്ചനയും സച്ചിയും കൂടി സേതുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ അർച്ചന തിരിഞ്ഞു നോക്കുമ്പോൾ അവന്തിക ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ആതിരയും അവന്തികയെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് ആതിരയും കാണുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.